ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ഒരാഴ്ച മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിതസേനയെക്കുറിച്ചാണ് ആ വീഡിയോ. എന്താ പറയുക, നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു വീഡിയോന് 4000 കൂടുതൽ വ്യൂസൊക്കെ, ലോങ് വീഡിയോന് 4000 കൂടുതൽ വ്യൂസൊക്കെ വരുന്ന ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സബ് അത്യാവശ്യം കിട്ടി. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ ഒരുപാട് എന്താ പറയുക, നമ്മളെ അനുകൂലിച്ചുള്ള കമൻസാണ് കൂടുതലും കണ്ടത്. ഒന്നോ രണ്ടോ നെഗറ്റീവ് മാത്രമാണ് കണ്ടത്. അത് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിക്കുള്ള കമൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നോ രണ്ടോ അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒന്നോ രണ്ടോ കമൻസ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നതിൽ ന്യായമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഹരിതസേനയെക്കുറിച്ച് പറഞ്ഞു. എന്താ പറയുക, അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ്, ഇപ്പോൾ ഹരിതസേനക്കാർ വന്ന് ഇങ്ങനെ പൈസ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ വേസ്റ്റ് എന്തായാലും നമുക്ക് ഒറ്റയടിക്ക് എന്തായാലും പ്ലാസ്റ്റിക് നമുക്ക് പാടെ അങ്ങ് ഉപേക്ഷിക്കാനോ നിരോധിക്കാനൊന്നും പറ്റില്ല. ആ പറയുന്ന കാര്യം ന്യായമാണ്. നമുക്ക് ഒരിക്കലും പറ്റില്ല. പെട്ടെന്ന് ഒരിക്കലും നമുക്ക് പ്ലാസ്റ്റിക് ഇന്നോ നാളെയോ കൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റില്ല. വേണമെങ്കിൽ പയ്യെ കുറച്ച് വരെ അത്രേ പറ്റുള്ളൂ. എന്നാലും പാടെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്, ഒന്നല്ലെങ്കിൽ ഹരിതസേനക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇല്ലേ, പ്ലാസ്റ്റിക് ആയാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അത് വേണമെങ്കിലൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. അത് അത്ര പോസിബിളായ ഒരു കാര്യമല്ല. അവരിത്രയും കഷ്ടപ്പെട്ട് വന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് പിന്നെ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അത് ചെറിയൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് എത്രമാത്രം ആരൊക്കെ ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റേതായ ഒരു വ്യൂവിൽ നിന്നിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പറയുന്നത് ഇവിടെ ഞങ്ങളുടെ വീടിനടുക്ക് പറയുന്ന 50 രൂപ കേട്ടോ. ഈ 50 രൂപ എന്നുള്ളത് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ആദ്യം 30 രൂപയായിരുന്നു. ആ 30 രൂപ തന്നെ കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് 50 ആക്കിയത്. പിന്നെ മുനിസിപ്പാലിറ്റി അവിടേക്കാണെങ്കിൽ 100 ആണ് 70 ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോന് താഴെ നിന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്ന 50 രൂപയാണെങ്കിൽ അവിടെ 100ഉം 70ഒക്കെയാണ് അവരുടെ സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഈ പൈസ കുറച്ച് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ കുറയ്ക്കാൻ പറ്റുക, അങ്ങ് കുറയ്ക്കുക. അതും ഒരു കാര്യമാണ്. പിന്നെ എല്ലാ മാസം ഇവർ വന്ന് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ മാസം എന്തായാലും നമ്മുടെ വീട്ടിലധികം വേസ്റ്റ് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയാലും തുണികളായാലും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. എന്താ പറയുക, പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ പ്ലാസ്റ്റിക്കും അവർ എടുത്തിട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാ മാസവും നമ്മുടെ വീട്ടിലിങ്ങനെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 2-3 മാസം കൂടുമ്പോൾ ഇവർ വന്നിങ്ങനെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. അപ്പോഴൊക്കെ ഒരുപാട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 1-2 കവർ എടുക്കാൻ വേണ്ടെങ്കിൽ ചിലപ്പോൾ ഓരോ മാസം ഇവർ വരുന്നുണ്ടാവുക. പിന്നെ ചില മാസങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. വേണമെങ്കിൽ 1-2 മാസം കൂടുമ്പോൾ വന്ന് എടുക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഈ ഹരിതസേനക്കാർ വാങ്ങുന്ന ഈ പൈസ പിരിക്കുന്നില്ലേ, ആ പൈസ പാടെ അങ്ങ് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ അവർ വന്ന് കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 50-ന്നും 100-ന്നും 70ഒക്കെ പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആക്കി കുറയ്ക്കുക. എന്തായാലും ഇത്ര വീടുകൾ കയറി ഇറങ്ങുന്നതല്ലേ, അപ്പോൾ ആ എമൗണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ പൈസ ഒട്ടും കൊടുക്കാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അവരിൽ നിന്ന് പൈസ വാങ്ങുന്നത് പറ്റില്ല. അവരിൽ നിന്ന് പൈസ വാങ്ങാതിരിക്കുക. പൈസ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ എങ്ങനെയും നമുക്കൊരു 2-3 മാസം കൂടുമ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പോസിബിളാണ്. പക്ഷേ ഒട്ടും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പെൻഷൻ വാങ്ങിയിട്ടും എന്താ പറയുക 1-2 ആൾക്കാരായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരിൽ നിന്ന് പൈസ വാങ്ങുന്നത് നിർത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഹരിതസേനയെക്കുറിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് പേരിപ്പോൾ വേറെ വലിയ യൂട്യൂബേഴ്സും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഹരിതസേനയ്ക്കെതിരെ വന്ന് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1-2 ആളുടെ പ്രശ്നമല്ല. വലിയവരായാലും ശരി, ചെറിയവരായാലും ശരി, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച്. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഇത്രയും കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മുടെ വീഡിയോന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത കാര്യമാണ് കേട്ടോ. ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പ്ലാസ്റ്റിക് പാടയും ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെതിരെ നമുക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം ഇതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് കമൻറ്റ് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയിൽ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യത്തോട് എത്രമാത്രം യോജിക്കുന്നു എന്നൊന്ന് നിങ്ങൾ വന്നിട്ട് അഭിപ്രായപ്പെടുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.